എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആദ്യ T20 മത്സരം ഇന്നായിരുന്നു. രോഹിത്, കോഹ്ലി, സഞ്ജു തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കോഹ്ലി, സഞ്ജു തുടങ്ങിയ താരങ്ങൾക്ക് ആദ്യ 11-ൽ ഇന്ന് അവസരം ലഭിച്ചിരുന്നില്ല. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ കളത്തിൽ ഇറങ്ങിയ ഇന്ത്യക്ക് ആയിരുന്നു ടോസ് ലഭിച്ചത്. ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാന് അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചത്. ആദ്യ പവർ പ്ലേ അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റ് നഷ്ടപ്പെടാതെ വെറും 33 റൺസാണ് നേടിയത്. എന്നാൽ 7-ാം ഓവറിൽ അക്സർ പട്ടേൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്ട്രൈക്ക് ചെയ്തു. വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഗുർബാസിനെ പവിലിയനിലേക്ക് അക്സർ മടക്കി. 28 പന്തിൽ 23 റൺസാണ് താരം നേടിയത്. തൊട്ട് പിന്നാലെ തന്നെ 8-ാം ഓവറിൽ അഫ്ഗാൻ ക്യാപ്റ്റൻ സദ്രാനെ വീഴ്ത്തി ശിവം ദുബെ ഇന്ത്യയ്ക്ക് 2-ാം വിക്കറ്റ് സമ്മാനിച്ചു. 3-ാം നമ്പറിൽ ക്രീസിൽ എത്തിയ റഹ്മത്ത് ഷായും നിരാശപ്പെടുത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ 57-3 എന്ന നിലയ്ക്ക് കൂപ്പുകുത്തുകയായിരുന്നു. എന്നാൽ 4-ാം നമ്പറിൽ എത്തിയ നബിയും ഉമർസായും ചേർന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. ഇരുവരും ബാറ്റിംഗിൽ താളം കണ്ടെത്തിയതോടെ മൊഹാലിയിൽ തകർത്താടി. 27 പന്തിൽ 3 സിക്സും 2 ഫോറും ഉൾപ്പെടെ 42 റൺസ് നബി നേടിയപ്പോൾ മറുവശത്ത് 22 പന്തിൽ 29 റൺസ് നേടി ഉമർസായി മികച്ച പിന്തുണ നൽകി 125 റൺസിൽ നിൽക്കെ 17-ാം ഓവറിൽ മുകേഷ് കുമാർ ആണ് ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തത്. 17-ാം ഓവറിന്റെ അവസാനത്തെ പന്തിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ നബിയും പുറത്തായതോടെ ഇന്ത്യ കളി തിരിച്ചുപിടിച്ചു. ഫിനിഷിംഗിൽ സദ്രാൻ ഇന്ത്യയെ ഒന്ന് വിറപ്പിച്ചെങ്കിലും 20 ഓവർ അവസാനിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാൻ 158-5 എന്ന നിലയിൽ ആദ്യ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ഇന്ത്യൻ ബൗളിംഗിൽ മുകേഷ് കുമാർ, അക്സർ പട്ടേൽ എന്നിവർക്ക് 2 വിക്കറ്റ് ലഭിച്ചപ്പോൾ ശിവം ദുബൈക്ക് 1 വിക്കറ്റും ലഭിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തന്നെ പിഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിലെ 2-ാം ബൗളിൽ തന്നെ ക്യാപ്റ്റൻ രോഹിത് റണ്ണൌട്ടായി പുറത്തായി. മറുവശത്ത് ഗിൽ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത് അഫ്ഗാനിസ്ഥാനെ ഞെട്ടിച്ചെങ്കിലും 3-ാം ഓവറിൽ ഇന്ത്യക്ക് ഗില്ലിനെയും നഷ്ടമായി. 12 ബോളിൽ 23 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. പിന്നീട് എത്തിയ ശിവം ദുബെയും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. 8-ാം ഓവറിൽ ഇന്ത്യക്ക് തിലക് വർമ്മയും നഷ്ടമായി. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ തകർച്ചടിച്ചതോടെ ഇന്ത്യ വിജയം ഈസിയാക്കി. അങ്ങനെ അവസാനം അഫ്ഗാനിസ്ഥാനെ മലർത്തിയടിച്ച് ഇന്ത്യ ആദ്യ T20-യിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി പരമ്പരയിൽ ലീഡ് നേടി. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യയുടെ തകർപ്പൻ പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മലയാളി താരം സഞ്ജു കൂടെ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഇതിലും മികച്ച വിജയം സ്വന്തമാക്കിയേനെ എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.